കോലത്തും നാട്ടിലെ തമ്പൂരാനും വളവണ്ണം കോട്ടയിൽ വാഴും കാലം കുഞ്ഞിമംഗലമെന്നുള്ള നാട്ടിൽ കാടങ്ങോട്ടെന്നൊരു നായൊരു വീട്ടിൽ ഉണ്ടായൊരു വെണ്ണൂണിച്ചേറിയ 9ാമത്തെ വയസ്സവൾക്ക് മുക്കൻ കുറ്റി വീട്ടിൽ കുഞ്ഞിക്കോമൻ എണപ്പൂടയും മുറിച്ചവൾക്ക് നല്ല തൂകത്തോടിയിരിക്കും കാലം പ്രായമവൾക്കു തികഞ്ഞു വന്നു. കൊച്ചുമക്കൾക്ക് പാടി കൊടുക്കാറുണ്ടോ ഇപ്പോഴും? തെറ്റ് തുടങ്ങുന്നു. പാട്ടിന്റെ ലഹരിയിലേക്ക് എത്തി. നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാടി കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? മോളെ കുഞ്ഞുമക്കളുണ്ടോ? കൊച്ചുമക്കളുണ്ട്. അവരെ കുളിപ്പിച്ച് ഇങ്ങനെ കൈ കിടത്തിട്ട് ഇങ്ങനെ പാടുന്നുണ്ടാവും അല്ലേ? പാടാറില്ലേ? വൈകുന്നേരവും രാവിലെയൊക്കെ അല്ലേ? അവർക്ക് പാട്ട് ഇഷ്ടമല്ലേ? അല്ലേ? ചെറിയ മോളാണ്. 2 വയസ്സാകാറുണ്ട്. അവർക്ക് ഈ പാട്ട് ഇഷ്ടമല്ലേ? ഇങ്ങനെ ഇടയ്ക്ക് ഒന്നും മനസ്സിലാവൂല. എന്നാലും ഇങ്ങനെ പാടി കൊടുക്കും അല്ലേ? ഓക്കെ. നാട്ടിപ്പാട്ട് ഈ വയലിൽ കൃഷി ചെയ്യുമ്പം ഈ ഞാറ് നടുമ്പം പാടുന്ന പാട്ടാണ്. ആ പാട്ടാണ് അല്ലേ? ഞാറൊക്കെ നടുമ്പോ പാടുന്ന പാട്ടാണ്. അപ്പൊ ഈ ജോലിയുടെ ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറി കിട്ടും പാട്ട് പാടിക്കൊണ്ട് ഈ ജോലി ചെയ്യുമ്പോ അല്ലേ? അങ്ങനെ കുറെ ഞാറൊക്കെ നട്ടിട്ടുണ്ടാവൂലേ? കൊറേ വർഷങ്ങളില്. ഇപ്പൊ 5 വർഷമായി പോകാതെ. 5 വർഷമായിട്ട് പോകുന്നില്ല. ആരോഗ്യം അനുവദിക്കുന്നില്ല. എങ്ങും പോക്കില്ല അല്ലേ? അപ്പൊ നാട്ടുകാരെ കണ്ടു ജാനു അമ്മേ. അപ്പോ എങ്ങനെയാ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ ബുദ്ധിമുട്ടുണ്ടോ? പെൻഷനൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ പെൻഷൻ കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. ജീവിക്കണ്ടേടോ. 1600 രൂപയാണ്. അല്ല, സംഭവം ശരിയാണ്. സംഭവം ഉഷാറാണ്. അപ്പൊ 5 മാസം 6 മാസം 1 മാസം പൈസ ഇപ്പം കൊണ്ട് തന്ന എന്തെന്നായില്ല. 5 കൊല്ലമായി ഒരു പണി എടുക്കാതെ ജീവിക്കാൻ കഴിയാ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ഈ ഒരു 5 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് അല്ലേ? 5 മാസത്തെ പെൻഷൻ കിട്ടിയെങ്കിലേ വോട്ട് ചെയ്യൂ. എല്ലാം ചെയ്യൂ. അത് കിട്ടിയാ വോട്ട് ചെയ്യും അല്ലേ? അത് കിട്ടിയ നിങ്ങള് പറയണ പാർട്ടി വോട്ട് ചെയ്യാം അല്ലേ? അത് കിട്ടുമോ എന്നാ വോട്ട് ചെയ്യാൻ വരും. ഇല്ല വോട്ട് ചെയ്യാൻ വരും. അത്രേ ഉള്ളൂ. അത് പെൻഷൻ കിട്ടിയാലേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ജീവിക്കണ്ടേ? നമുക്ക് ജീവിക്കണം. അപ്പൊ 1600 വീട്ടിൽ ചേട്ടനുണ്ടോ? മരിച്ചുപോയി ആണോ? അപ്പം മക്കളുണ്ട് അല്ലേ? ഒരു മോനായില്ലോ. അവനെ കൊണ്ട് ഇയാളെല്ലാം ജീവിതം കഴിയില്ല. പെൻഷൻ ഇല്ല, അതും ഇല്ല. പെൻഷൻ മരുന്നിനെങ്കിലുള്ള പൈസ കിട്ടിയാണ് അല്ലേ? അപ്പൊ പെൻഷൻ കിട്ടിയാലേ വോട്ട് ചെയ്യും. അതെ, ഉറപ്പിച്ചു അല്ലേ? അപ്പൊ വോട്ട് ചെയ്യണോ? പെൻഷൻ കൊണ്ടുതാ എന്ന് പറയും അല്ലേ? അതാണ് പൈസ മിന്നൽ വെച്ചിട്ട് അത്രേ കണ്ടോ കണ്ടോ. അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കിടപ്പ്. അപ്പൊ നമ്മൾ പുറത്ത് പറയുന്നതിന് നോക്കറാ, വോട്ട് ചെയ്യണ്ടെങ്കിൽ ആരാ പൈസ ഇന്നെ എത്തിച്ചാന്ന് അയാൾക്ക് ഞാൻ വോട്ട് ചെയ്യും. പക്ഷെ അതെന്തായാലും സംസ്ഥാന സർക്കാരെ പെൻഷൻ തരാൻ സാധ്യതയുള്ളൂ അല്ലേ? സംസ്ഥാന സർക്കാരാണല്ലോ പെൻഷൻ തരേണ്ടത്. ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പരിമിതമാണ്. അപ്പോൾ ആ പെൻഷൻ സംസ്ഥാന സർക്കാർ തന്നാൽ സംസ്ഥാന സർക്കാർ പറയുന്ന LDF പറയുന്നവർ വോട്ട് ചെയ്യും. ഇനി പെൻഷൻ തരാതെ ഇനി കെ സുധാകരനോ കോൺഗ്രസ്സുകാരോ കൊണ്ട് തന്നാൽ അവിടെ വോട്ട് ചെയ്യും. കോൺഗ്രസ് തന്നവർക്ക് ചെയ്യും. മാർക്കറ്റ് ആരാ പൈസ തന്നാൾക്ക് ചെയ്യും. അത് ചതിവ് ചെയ്യൂല. പൈസ വോട്ട് ചെയ്യും. പൈസ ആരുടെ പൈസ മേടിച്ച അയാൾക്ക് ചെയ്യും. അപ്പൊ ഈ 600 രൂപ വരുന്ന പെൻഷനെ 1600 രൂപയ്ക്ക് കൂട്ടിയപ്പോഴേ ഈ പിണറായി മാർക്സിസ്റ്റുകാരോട് പ്രത്യേകിച്ച് സ്നേഹം തോന്നിയോ? 600 രൂപയായിരുന്നല്ലോ പണ്ട് പെൻഷൻ, പിന്നീട് 1600 ആയല്ലോ. അതിപ്പോ സ്നേഹം കൂടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് തരുന്നുണ്ടാ. തന്നെങ്കിലേ സ്നേഹം കൂടുള്ളൂ. അത് ഇങ്ങനെ പൊത്തിയാച്ചാലും സ്നേഹം കൂടൂല. മാർക്കറ്റുകാരായാലും വേണ്ട, കോൺഗ്രസ്സുകാരായാലും വേണ്ട. അത് മാസത്തിൽ തരുമെങ്കിലേ സ്നേഹം. കോൺഗ്രസ് ആയാലും വേണ്ട, മാർക്കറ്റുകാരായാലും ആരായാലും വേണ്ടില്ല. ആരായാലും വേണ്ടില്ല.